ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ബാൽക്കണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങുന്നതിൻ്റെ വീഡിയോ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. എന്തൊക്കെ ചെടികളാണ് വാങ്ങിയതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇന്ന് ബാൽക്കണിയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടായിട്ട് ഞാൻ ഇടുന്നത്. അതിൽ പോട്ടിംഗ് മിക്സ് ഞാൻ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പോട്ടിംഗ് മിക്സ് എന്താണെന്നുള്ളത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ വീണ്ടും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കാണുന്നില്ലേ, വെരിഗേറ്റഡ് ഒരു ലീഫുള്ള ചെടി. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇതുവരെയ്ക്കും വെച്ചിട്ടില്ല കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ പേരും എനിക്കറിയില്ല. പഠിക്കണം. നമ്മൾ ഗാർഡനിൽ നിൽക്കുന്ന ഓരോ ചെടികളും എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ആരെങ്കിലും ചോദിക്കുമ്പം അതറിയില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലാണ്ട് അത് പഠിക്കണം കേട്ടോ. ഇത് നമ്മുടെ ഡയാന്തസ് ആണ് കേട്ടോ. ഡയാന്തസ് 5 കളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പോട്ട് വാങ്ങിയപ്പോൾ 4 വാങ്ങിയുള്ളൂ. അതിപ്പോൾ ഒരു പണി കിട്ടി കേട്ടോ. എന്തായാലും എപ്പോഴെങ്കിലും പോകുമ്പോൾ വീണ്ടും വൈറ്റ് കളറിൽ അതേ കളറിലെ പോട്ട് അതേ ഷേപ്പുള്ളത് ഒന്നുകൂടെ വാങ്ങണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡയാന്തസ് നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി ചെടി നടാൻ പോകാം. അപ്പോൾ ചെടി നടുമ്പോൾ നമ്മളെപ്പോഴും പോട്ട് പഴയതാണെന്നുണ്ടെങ്കിൽ കഴുകി ഉണക്കിയിട്ട് ഉപയോഗിക്കാവൂ. ഞാൻ മിക്കവാറും ഇതിന് മുമ്പൊക്കെ പുറം ഭാഗം മാത്രം കഴുകും. അത് അത്ര ഡീറ്റെയിൽഡായിട്ട് കഴുകും, പക്ഷേ അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും കഴുകില്ല, ഫുൾ ചെളി പോകുന്ന പോലെയൊന്നും. അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് കമ്പോസ്റ്റും കൊക്കോപ്പീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഉണ്ട്. പിന്നെ നമ്മുടെ ഗാർഡൻ സോയിലാണ് താഴെ ഇരിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ കൊക്കോപ്പീറ്റും കമ്പോസ്റ്റും മുട്ടയുടെ പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ തേയിലച്ചണ്ടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ് ഒരു സൈഡ് വെച്ചിട്ടുള്ളത്. പിന്നെ എംസാൻഡാണ്. എംസാൻഡ് നമ്മളെ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിന് വേരോടാൻ വേണ്ടി നല്ല ഒരു മാധ്യമമാണ് കേട്ടോ എംസാൻഡ്. ഞാൻ ഇതിലേക്ക് തിരിയാൻ കാരണം മണ്ണിൻ്റെ ലഭ്യത കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള മണ്ണ്, പ്രത്യേകിച്ച് ഒരു സ്ഥലം ഉള്ളതിൽ മണ്ണ് നമുക്ക് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനെ കുത്തി ഇളക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഒരു 40% മണ്ണും പിന്നെ നമ്മുടെ ഈ മഴയത്തൊലിച്ച് വരുന്ന മണ്ണുണ്ടല്ലോ, ചില സമയങ്ങളിൽ ഞാൻ ഇക്കാര്യം ചേർന്ന് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ എക്സയിൽ നന്നായിട്ട് പൊടിക്കണം, നല്ല ഫൈനായിട്ട് പൊടിക്കണം. അതുകൊണ്ട് വേറൊരു ഉപകാരങ്ങളുണ്ട്. മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ചയുണ്ടാവും. അതുകൊണ്ട് മുട്ട തോട് കൊണ്ട് ഇട്ടെന്നും പറഞ്ഞ് മിക്സിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ നന്നായിട്ടൊന്ന് കഴുകണം എന്നേ ഉള്ളൂ. ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ചെടി ആദ്യം നടുമ്പോൾ ഈ റാക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇതാ നമ്മൾ വാങ്ങുന്ന ചെടി ആ പോട്ടിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ട് അതിന് ചുറ്റും മണ്ണിട്ടതിന് ശേഷം നമ്മളതിനെ പതുക്കെ ഇങ്ങനെ ചുറ്റി ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിനെ നീറ്റായിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കുഴിയെടുത്തിട്ട് ഈ ചെടിയെ വെക്കുമ്പോൾ അത്ര ഒരു നീറ്റ്നെസ്സും കിട്ടുകയില്ല. വേര് പൊട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വന്ന് ഇപ്പോൾ വെച്ചില്ലേ നമ്മുടെ ഡയാന്തസ് പ്ലാന്റ്, അതിന് മണ്ണ് കുറച്ച് ലൂസാണ് കേട്ടോ, ആ ഒരു പോട്ടിന് മാത്രം. അതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചു. പിന്നെയുള്ളതെല്ലാം നല്ല കട്ട ചെളിയാണ് കേട്ടോ. കണ്ടില്ലേ, ഈ കട്ട ചെളിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. അടിയിൽ നിന്നും കുറച്ച് മണ്ണ് മാറ്റി വേര് ഈ നമ്മളിപ്പം വെക്കുന്ന പുതിയ സോയിൽ, അതായത് ഗാർഡൻ സോയിലുമായിട്ട് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സുമായിട്ട് ചേർന്ന് വളരാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റണം കേട്ടോ. അല്ലാതെ വെച്ചാൽ നിന്നത് കരിഞ്ഞു പോകും, വേരോട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഗാർഡൻ സോയിൽ എപ്പോഴും മഞ്ഞൾപ്പൊടി ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണേ. മഞ്ഞൾപ്പൊടി ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ മണ്ണിനുണ്ടാകുന്ന പൂപ്പലൊക്കെ ഇല്ലാതാവാനും ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതാവാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പണ്ട് മുതൽക്ക് ചെടികൾ നടുമ്പോൾ തറയിലായിരുന്നാലും ചട്ടികളിലായാലും കവറിലായാലും ഗ്രോ ബാഗിലായാലും എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ട്. ഒരു മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ചെടിക്ക് വേര് വിട്ട് അതിന് ചുറ്റും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ
നമ്മുടെ ഡാൻഡസ് പ്ലാന്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ചെടിയാണ് വാങ്ങിയത്, 5 കളറിലെ. അതിൽ ഒന്നിന് പോട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ 4 എന്നുള്ള ഓർമ്മയിലാണ് 4 പോട്ട് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഇതിന് കുറച്ച് മണ്ണ് ലൂസാണ് കേട്ടോ. എന്നിരുന്നാലും എൻ്റെ സമാധാനത്തിന് അതിൽ നിന്ന് കുറച്ച് ഞാൻ മണ്ണ് മാറ്റിയിട്ട് തന്നെയാണ് ഇതും വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞതുപോലെ നല്ല കുഞ്ഞു കുട്ടികളെ നോക്കുന്നത് പോലെ അതിന് ഇടയ്ക്ക് ഇപ്പോൾ ഈ ഞാൻ ആവശ്യത്തിനുള്ള പോട്ടിംഗ് മിക്സും വളമൊക്കെ ചേർത്താണ് വെച്ചത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് എക്ഷ്യൽ പൗഡറും പിന്നെ നമ്മുടെ തേയിലച്ചണ്ടി ഉണക്കിയതും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് വേരിൽ നിന്ന് മാറ്റി അതിന് ചുറ്റും ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇതാണ് ഈ ഡാൻഡസിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. സൂപ്പർ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ട് മുള്ളും അടിപൊളിയായി നിൽക്കണമെങ്കിൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇനി ടാസ്ക്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാം, ലെന്താന എന്ന് പറയുന്ന കൊങ്ങിണിച്ചെടി. ഇത് എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു ചെടിയാണ് കേട്ടോ. മൂന്നാർ, കൊടൈക്കനാൽ, വാഗമൺ, ഊട്ടി ഇവിടെയൊക്കെ പോയാൽ റോഡിൻ്റെ 2 സൈഡിലും പല നിറത്തിലും പിങ്കും ഓറഞ്ചും പിങ്കും വൈറ്റ് യെല്ലോ, ഇനി ലാവൻഡർ കളർ, എന്തൊക്കെ കളർ വേണോ എല്ലാം നല്ല ഭംഗിയായിട്ട് കാട് പോലെ വളർന്ന് നിൽപ്പുണ്ട്. പക്ഷേ അതിനൊക്കെ ആരും വളമൊന്നും കൊടുക്കുന്നില്ലല്ലോ, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടി തന്ന സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞു, നിങ്ങളുടെ ചാണകപ്പൊടിയിലൊന്നും ഇത് വളരില്ല, DAP ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല, നോക്കട്ടെ. എൻ്റെ കൈവളം കൊണ്ട് ശരിയായില്ലെങ്കിൽ ഒന്ന് പ്രയോഗിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് മിൽക്കി ബാമ്പു ആണ്. എൻ്റെ ഇൻഡോറിലിരുന്ന കുറച്ച് ചെടികളൊക്കെ പോയി, കുറച്ച് ശ്രദ്ധ കുറവുണ്ട് പോയി കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ് നമ്മൾ വാങ്ങി വെച്ച ചെടി പോകുമ്പോഴുള്ള ഒരു വിഷമം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയായി. എന്നിരുന്നാലും ഒരു പ്ലാന്റിന് വന്ന് ഒരു പിങ്കും അല്ല ബ്ലൂവും അല്ല, ഒരു വല്ലാത്തൊരു കളറിലൊരു പൂപ്പൽ. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ ഇൻഡോറിൽ വയ്ക്കുന്ന ചെടികളൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേക്കും വെളിയിലെടുത്ത് വെച്ച് വെയിൽ കൊള്ളിച്ചിട്ട് അകത്ത് വയ്ക്കാറുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഞാൻ ബക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ കിണറിൻ്റെ പുറത്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് ഇൻഡോറിൽ ഇരിക്കുന്ന ചെടികൾക്കൊക്കെ ഒഴിക്കുമ്പോൾ ചെടികൾ നന്നായിട്ട് വളരും. അങ്ങനെയൊക്കെ നോക്കിയതാണ്. ആ ഒരു പ്ലാന്റ് മാത്രം ചെടിക്ക് മണ്ണിരിക്കുന്നില്ല, ആ മണ്ണിനകത്തോട്ടില്ല, ഈ ചട്ടിക്ക് ചുറ്റും താഴെ അങ്ങ് അറ്റം വരെയാണ് ആ കളറിലിരുന്നത്. അത് എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അതെന്താണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്. അതെന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും ലൈക്കും അത്രയും എനിക്ക് സപ്പോർട്ട് തരും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വരുന്നത്. എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ ഓരോ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് കാണുന്നത് പോലെയല്ല ചെയ്യുന്നത്. നമുക്ക് സാധാരണ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓക്കെ, വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആസ്വദിച്ച് ചെയ്യുന്നതാണ്, പെട്ടെന്ന് നടക്കും. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ പല രീതിയിലായിട്ട് നമുക്ക് ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്ത് അതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. അതല്ലേ, ഇത് ഞാൻ 2ാമത് എടുത്ത ഗാർഡൻ സോയിലാണ്. അപ്പോൾ അതിലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. എനിക്ക് ഫ്ലോപ്പായത് ഈ പ്രാവശ്യം ഇൻഡോറിൽ വെച്ച കുറച്ച് പ്ലാന്റ്സുകളാണ്. അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. പക്ഷേ ഇൻഡോറിലുള്ളതിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത്, അതുപോലെ തന്നെ നീം കേക്കിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതും കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇനി വളരും. എൻ്റെ കണ്ണെപ്പോഴും അതിന് മേലുണ്ടാവും. കാരണം ഇനി ഒരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വെയിൽ കൊള്ളിക്കാൻ വെളിയിൽ വയ്ക്കും. അതിനെ റെഡിയാക്കി എടുക്കണം. അടുത്തത് ചൈനീസ് ബാൾസം ഞാൻ വാങ്ങിയതുപോലെ തന്നെ വെച്ചു. അവിടുത്തെ ഇത് ഞാൻ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വാങ്ങിച്ചിട്ട് വന്ന പോട്ടുകളെല്ലാം നന്നായിട്ട് തുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം വെള്ളം വെച്ച് പിന്നീട് നമ്മുടെ നീം ഓയിലിൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് വെച്ച് തുളച്ചു. അപ്പം ഈ പൂപ്പലോ
മറ്റുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഞാൻ നീം ഓയിൽ വെച്ചിട്ട് അത് തുടയ്ക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ലതാണ്, നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൂപ്പൽ പോലെയുള്ള മറ്റ് ഫംഗൽ ബാധയൊന്നും ചട്ടിക്ക് ഏക്കില്ല, ചെടികൾക്ക് വരില്ല. അങ്ങനെ തുടയ്ക്കുമ്പോൾ ഇലകൾക്കായിരുന്നാലും അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹോളിടുന്നതാണ് കേട്ടോ. വൈറ്റ് പോട്ടിനും ഞാൻ ഇപ്പോൾ വാങ്ങിയ എല്ലാ പ്ലാന്റ്സിനും ഞാൻ ഹോളിടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെമ്പിൻ്റെ കമ്പി ഉണ്ടല്ലോ, അതാണ് നല്ല കട്ടിയുള്ള കമ്പിയാണ്. അത് ഇതിനകത്തുകൂടെ കയറ്റിയതിന് ശേഷമാണ് ഞാനതിനെ ഈ കമ്പിയോട് ബാൽക്കണിയിലുള്ള കമ്പിയോട് ചേർത്ത് കെട്ടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞാൻ ചെയ്യാത്തത് ഈ ബാൽക്കണി ഇടാൻ വേണ്ടി ഹാങ്ങിങ് പോലെയുള്ള വളഞ്ഞ മോഡലിൽ പോട്ടുകളുണ്ട്. പക്ഷേ അതിൽ നമുക്ക് പോട്ടിങ്സ് വളരെ കുറച്ചേ കൊള്ളുള്ളൂ. രണ്ടാമത്തെ കാര്യം നമുക്ക് വളങ്ങളിടാനൊക്കെ അസൗകര്യമായിരിക്കും. പോട്ടിന് വലിപ്പം കുറവാണ്, ചെടിക്ക് ഞെരിങ്ങി വളരേണ്ടി വരും. ഓക്സിജൻ അതിന് കൺസ്യൂം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏത് പ്ലാന്റ്സിനായിരുന്നാലും ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നുള്ള സൂര്യപ്രകാശമൊക്കെ ചെടികൾക്ക് നല്ല രീതിയിൽ കൊണ്ടാലേ അത് നല്ല രീതിയിൽ അത് വളരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാൽക്കണി വയ്ക്കുന്ന മിക്ക ചെടികളും നശിച്ചു പോകാനുള്ള മെയിൻ കാരണം അതുകൊണ്ടാണ്. കുറച്ച് അധികം ഓവർ വാട്ടറിങ്ങും പാടില്ല, ഓവറായിട്ട് വെയിൽ കൊള്ളാനും പാടില്ല. പക്ഷേ ഇതുപോലുള്ള പോട്ടുകളിലാണ് വെക്കണമെങ്കിൽ ചെടികൾ കുറച്ചുകൂടി ലൈഫ് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ വെച്ചേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റിസൾട്ട് ഞാൻ അപ്ഡേഷൻ പറയാം കേട്ടോ. ആ പോട്ടൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി, കണ്ടില്ലേ, അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ആ കമ്പി വെച്ച് ചെമ്പിൻ്റെ കമ്പി, നല്ല കട്ടിയുള്ള ചെമ്പിൻ്റെ കമ്പിയാണ് കേട്ടോ. അത് കേബിളിൻ്റെ വയറാണ്. അതുകൊണ്ട് അത് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് 2 ലെയറായിട്ടാണ് ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത്. ഒന്ന് കാറ്റടിച്ചാലും വീഴാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഈ സാധാരണ എപ്പോഴും പറയുമ്പോൾ സാധാരണ ഫോണിലായതുകൊണ്ട് ഐഫോണിൽ എടുക്കുന്നത് പോലത്തുള്ളൊരു ക്ലാരിറ്റിയോ ആംഗിൾ നോക്കി എടുക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഏകദേശം രാത്രി 11:30 മണിയായി. ഇതിൻ്റെ ഇടയ്ക്ക് പഠിത്തം നടക്കുന്നുണ്ട്, കുക്കിംഗ് ഉണ്ട്, പിള്ളേർക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വെളിയിൽ നിന്ന് രാത്രി നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നോക്കി. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സന്തോഷം തേടി പുറത്തേക്ക് പോകണ്ട. നമ്മുടെ സന്തോഷം നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ അതുപോലൊരു പോസിറ്റിവിറ്റി വേറെ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ കൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പകലുള്ള കാഴ്ച. നല്ല ഭംഗിയുണ്ട്, വാക്കുകളില്ല. എന്ത് പറഞ്ഞാലും നമ്മൾ ഗാർഡനിൽ ഫ്ലവറിങ് പ്ലാന്റ്സും കൂടെ ഉൾപ്പെടുത്തിയാലേ അതിനൊരു ഭംഗിയുള്ളൂ. ഇനി എത്ര ലീഫി പ്ലാന്റ്സ് ആയാലും ശരി, കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും കൂടെ ഉൾപ്പെടുമ്പോൾ അത് നമുക്ക് മനസ്സിന് തരുന്ന ഒരു പോസിറ്റിവിറ്റി അത്രയും വലുതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുത്തിയപ്പോൾ മക്കളെ പഠിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഈ സ്റ്റഡി റൂമിനകത്ത് മാത്രമായിട്ട് ഇരുത്താതെ ഇതുപോലെ ബാൽക്കണി ഗാർഡനോ അതുപോലെ തന്നെ വെളിയിലുള്ള ഗാർഡൻ സിറ്റ് ഔട്ടിൽ അങ്ങനെയൊക്കെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ കുട്ടികൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് അവർ തലയിൽ നല്ലതുപോലെ കയറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഫൈനലായിട്ടില്ല, പക്ഷേ ഞാൻ എന്തായാലും ഈ ബാൽക്കണി ഗാർഡൻ്റെ ടൂറുമായിട്ട് വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞതുപോലെ ക്രാഫ്റ്റഡ് ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ ഇപ്പോൾ ഇട്ടിരിക്കുന്നില്ലേ ഗ്രാസൊക്കെ അങ്ങ് അറ്റം വരെ ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഗാർഡനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.